വിവാദങ്ങൾക്ക് ശേഷം വി കെ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയുകയാണ്. വി കെ പ്രശാന്ത് MLAക്ക് അഭിനന്ദനങ്ങൾ, സ്വയം തെറ്റ് തിരുത്തിയതിന്. ഇപ്പോൾ അങ്ങ് ചെയ്തതാണ് ശരി. ഓഫീസ് ഒഴിയുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃക അല്ലെങ്കിൽ റോൾ മോഡലായി പ്രവർത്തിച്ചിരുന്ന പതിവ് പണ്ടേ ഉണ്ടായിരുന്നു എന്ന് ഭാസ്കരൻ നായർ അജയൻ. നെഹ്റു കുടുംബത്തിലൊഴികെ മറ്റുള്ളവർ ആ സംശുദ്ധത തങ്ങളുടെ വ്യക്തി ജീവിതത്തിലും പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്. അക്കൂട്ടത്തിൽ അദ്ദേഹം ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് 2016 നോട്ട് നിരോധനം. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ അമ്മ സാധാരണക്കാരെ പോലെ പഴയ നോട്ട് മാറാനായി സ്വയം ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്ന കാഴ്ച. അതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ആ പോസ്റ്റ് വായിക്കാം. അപ്പോൾ താങ്കൾ അനധികൃതമായിട്ടാണ് വെറും 876 രൂപ മാസവാടക നൽകി അവിടെ താമസിച്ചിരുന്നത് അല്ലെ? കൗൺസിലർ ആർ ശ്രീലേഖ, വി കെ പ്രശാന്ത് MLA അനധികൃതമായിട്ടാണ് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൗൺസിലർ ഓഫീസ് കെട്ടിടം കയ്യേറി തന്റെ ഓഫീസ് പ്രവർത്തിപ്പിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടുകയും വി കെ പ്രശാന്തിന്റെ ബോർഡിന് മുകളിലായി തന്റെ പേര് സ്ഥാപിക്കുകയും ചെയ്തതോടെ തെറ്റ് നാട്ടുകാർ മനസ്സിലാക്കി എന്നത് അറിഞ്ഞ MLA വി കെ പ്രശാന്ത് ഓഫീസ് മുറി ഒഴിഞ്ഞ് മരുതൻകുഴിയിൽ പുതിയ ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറുന്നു എന്നറിയുന്നു. ചില സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. 2016 നോട്ട് നിരോധനം. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുടെ അമ്മ സാധാരണക്കാരെ പോലെ പഴയ നോട്ട് മാറാനായി സ്വയം ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്ന കാഴ്ച. സ്വന്തം അമ്മ വിഷ്ണുപാദം പൂകിയ സമയത്ത് വെറും 3 മണിക്കൂറുകൾ കൊണ്ട് ചടങ്ങ് അവസാനിപ്പിച്ച് ജോലിക്ക് തിരികെ എത്തിയ മോദിജി. നെഹ്റു കുടുംബത്തിലെ ഒരു പൂച്ച മരിച്ചാൽ പോലും 7 ദിവസം ദുഃഖാചരണം. പിന്നെ ശവസംസ്കാരത്തിനായി ദില്ലിയിൽ ഏക്കർ കണക്കിന് സ്ഥലം. കൂടാതെ രഘുപതി രാജാറാം പാടൽ, അത് ലൈവായി കാണിക്കാൻ കുറച്ച് കച്ചവട മാധ്യമങ്ങൾ. അതൊന്നുമില്ലാതെ വെറും സാധാരണക്കാരനായ ഇന്ത്യയുടെ അല്ല ലോകത്തിലെ ശക്തനായ ഭരണാധികാരിയുടെ അമ്മയുടെ ശവസംസ്കാരം നാം കണ്ടു. 1965 ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ അനിൽ ശാസ്ത്രി ടാറ്റയുടെ വോൾട്ടാസിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ അനിലിന് ലഭിച്ച സീനിയോറിറ്റി മറികടന്നുള്ള സ്ഥാനക്കയറ്റം ശാസ്ത്രി ഉടൻ തന്നെ റദ്ദാക്കാൻ ഉത്തരവിട്ടു. ഓർക്കേണ്ട കാര്യം എന്തെന്നാൽ ആ സമയത്ത് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലമായിരുന്നു. അന്ന് കൊറോണ സമയത്ത് ആ ദുരന്തത്തെ മുതലെടുത്ത് ചിലർ കാണിച്ച അഴിമതികൾ നാം കണ്ടതാണ്. എന്നാൽ ഇവിടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വജനപക്ഷപാതത്തെക്കാൾ തന്റെ സത്യസന്ധതയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ഒരിക്കൽ തന്റെ മകനെ ഒരു സാധാരണ പൗരനെ പോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ക്യൂവിൽ നിർത്തിയതും അദ്ദേഹത്തിന്റെ മൂല്യബോധത്തിന്റെ ഉദാഹരണമാണ്. ഇനി നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. BJP നേതാവും കൗൺസിലറുമായ ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തിനൊടുവിൽ വി കെ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയുകയാണ്. ശാസ്തമംഗലത്തെ ഓഫീസാണ് MLA ഒഴിയുന്നത്. പകരം മരുതൻകുഴിയിലാണ് പുതിയ ഓഫീസ്. ഇവിടേക്ക് പ്രവർത്തനം മാറ്റാനാണ് തീരുമാനം. നേരത്തെ ഇരുവരും തമ്മിലുള്ള ഓഫീസ് കെട്ടിട തർക്കം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരമേറ്റതിന് പിന്നാലെയായിരുന്നു ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുത്തത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൗൺസിലർ ഓഫീസും വി കെ പ്രശാന്ത് MLAയുടെ ഓഫീസും ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൗൺസിലർ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ച് വി കെ പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നത്തിന് തുടക്കമായത്. കോർപ്പറേഷനാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നത് എന്നും മാർച്ച് വരെ കാലാവധി ഉണ്ടെന്നും ഒഴിയില്ല എന്നുമുള്ള ഉറച്ച നിലപാടാണ് വി കെ പ്രശാന്ത് MLA ആദ്യം സ്വീകരിച്ചത്. എന്നാൽ പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നതുവരെ ചെറിയ സ്ഥലത്ത് തന്നെ ഓഫീസ് തുടർന്നു. വൻ തുക വാടക വരുന്ന കോർപ്പറേഷന്റെ കെട്ടിടം കേവലം 872 രൂപയ്ക്ക് MLA ഓഫീസായി ഉപയോഗിച്ച് വി കെ പ്രശാന്ത് എന്ന നന്മ മരത്തിന്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരികയാണ് ആർ ശ്രീലേഖ ചെയ്തത്. അധികാരവും സ്വജനപക്ഷപാതവും കൂടിയാകുമ്പോൾ എന്തും ചെയ്യാം. പൊതുജനങ്ങളുടെ വിഭവം സ്വന്തമാക്കുന്ന പ്രവണത ഇനിയെങ്കിലും ഉപേക്ഷിച്ചില്ല എങ്കിൽ പശ്ചിമ ബംഗാളിന്റെ ഗതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രശാന്ത്. എന്തായാലും തെറ്റ് സ്വയം തിരുത്തിയതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് ഭാസ്കരൻ നായർ അജയൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.